ഒമാലി എന്ന് കേട്ടിട്ടുണ്ടോ? ഒമാലി എന്ന് പറഞ്ഞ ഒരു ഡെസേർട്ടാണ്. ഈജിപ്ഷ്യൻ നാഷണൽ ഡിഷായി കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഡെസേർട്ട് നമുക്ക് ഈ പെരുന്നാളിന് തിന്നാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത്. വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതിന് വേണ്ടി ബേസിക്കലി നമ്മൾ ആദ്യം ഒരു ബ്രെഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു റൊട്ടി അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കണം. നമുക്ക് പൊറോട്ട വെച്ച് ഉണ്ടാക്കാം, പക്ഷേ റൊഗാഗ് എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ ബ്രെഡാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. മൈദ, ഉപ്പ്, വെള്ളം നമ്മൾ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടണ പോലെ ചുട്ടെടുത്താൽ മതി. ഒരേ ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ, ഇതുപോലെ ക്രിസ്പി ആയിട്ട് പൊട്ടി വരണം. അതുവരെ നമുക്കിത് ചുടണം, അതായത് അതുവരെ നമ്മൾ ചട്ടി കിടന്നോട്ടെ എന്നർത്ഥം. ഇനി ചെറിയ പീസുകളായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഇടണം. ചെറിയ പീസിലായിട്ട് ചെറിയ പീസാക്കാൻ ശ്രമിക്കണം കേട്ടോ. അതാണ് നമുക്ക് ഇതിൽ ടൈം എടുക്കുന്ന ഏക പരിപാടി. ഇനി നമ്മൾ മെൽറ്റഡ് ബട്ടർ, അൺസാൾട്ടഡ് മെൽറ്റഡ് ബട്ടർ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് ഓവണിൽ വെച്ച് 10 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഓവൺ ഇല്ലാത്തൊരു സങ്കടപ്പെടേണ്ട, നമുക്കിത് കുക്കറിൽ ഉണ്ടാക്കാം. അതിന്റെ റെസിപ്പി ഇതിനൊപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട്. ഏതായാലും ഇത് കുഴക്കട്ടെ. കുഴച്ച ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യാം, ഓവണിൽ ഒരു 10 മിനിറ്റ് 150 ഡിഗ്രി ടു 200 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊന്ന് ബേക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ബട്ടറൊക്കെ നമ്മൾ നന്നായി തടവി ഇന്ന് ഒരു കുക്കർ എടുക്കുക. കുക്കറിന്റെ അടിയിൽ ഒന്നും വെക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു സംഭവം വെച്ച് മൂടി 10 മിനിറ്റ് വെച്ചാൽ ഇതേപോലെ ബേക്ക് ചെയ്ത് കിട്ടും. അപ്പം കുക്കറിലും ചെയ്യാം, ഓവണിലും ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, പാല് തിളപ്പിക്കണം. 1 ലിറ്റർ പാലാണ് ഞാൻ അവിടെ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമും അതുപോലെ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാൻ പോകണം. കണ്ടൻസ് മിൽക്കിന് നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് പഞ്ചസാര ആവശ്യത്തിന് വേണ്ടി മാത്രം ഇട്ടാൽ മതി. കാരണം ഈ പാൽ ഇനിയും കുറുകാനുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിയിട്ട് പഞ്ചസാര ഇടുക, ശ്രദ്ധിക്കുക. അപ്പം ഇനി തിളച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റാം. അപ്പോഴേക്കും നമ്മളെ റൊഗാഗ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഓവണിലും റെഡിയാണ്, നമ്മുടെ കുക്കറിലും റെഡിയാണ്. ഇനി അത് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒഴിക്കാം. നമ്മൾ ഏത് പാത്രത്തിൽ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ സംഭവം നമ്മൾ മൂടണം. ഈ പാല് അതിന്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് കട്ടിയിലെങ്കിലും നമുക്ക് വരണം. കാരണം ഇത് ഓവണിൽ ഇനിയും വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഫുള്ള് പറ്റും. ഇനി നമുക്ക് അതിന്റെ മുകളിൽ നട്ട്സും അതുപോലെ റൈസിനൊക്കെ ഇടാം, അതായത് ഉണക്കമുന്തിരിയൊക്കെ ഇടാം. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഞാൻ ഇട്ടത്. നിങ്ങൾ പൈസക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ബ്രസീൽ നെട്ടോ അല്ലെങ്കിൽ മാക്കഡാമിൻ നെട്ടോ അല്ലെങ്കിൽ ഇനി പെക്കാനോ അങ്ങനെ എന്തെങ്കിലും നെറ്റ് ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. അപ്പം ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളൊരു 20 മിനിറ്റ് നമ്മൾ ഓവണിൽ ഇത് ബേക്ക് ചെയ്യണം. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അട്ടിപ്പാത്രത്തിൽ എടുത്ത് വെച്ച നമ്മുടെ റഗാഗിലേക്ക് നമ്മൾ പാലും മറ്റു കാര്യങ്ങളും ഒഴിക്കണം. പിന്നെ ഇതുപോലെ നട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വിതറിയിട്ട് നമ്മൾ അതുപോലെ തന്നെ കുക്കറിൽ വെച്ച് നമ്മൾ വീണ്ടും ബേക്ക് ചെയ്യാൻ പോകണം. പക്ഷെ കുക്കറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ മൂടി തുറന്നിട്ട് വേവിച്ചാൽ മതി. കാരണം നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓവണിൽ കിട്ടുന്ന പോലെ ഒരു ക്രിസ്പിനെസ് മുകളിൽ കിട്ടാൻ കുറച്ച് പണിയാണ്. എങ്കിലും നമുക്കിത് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുക്കറിൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഓവൺ ഉണ്ടാവുന്നില്ലല്ലോ. പക്ഷെ ഓവണിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകത വെച്ചാൽ എൻ്റെ മുകൾ ഭാഗത്ത് നല്ലൊരു ഡ്രൈ, ഒരു ചെറിയൊരു കരിച്ചിലും ക്രിസ്പിനെസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഒമാലി റെഡി. ഇത്ര സിമ്പിളാണ്. ആകെ 2 or 3 ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. എക്സ്പെൻസീവ് ആവുന്നത് ഈ നട്ട്സുകളാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇനി ഓവണിലാണെങ്കിലും കുക്കറിലാണെങ്കിലും നമ്മളെ സാധനം കിഡിലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് കുറച്ച് കാണും, പക്ഷെ അതൊന്നും ടേസ്റ്റിന് കമ്മി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചേരം കൂടി ഓവണിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ അടിയത്തത് വറ്റും. ഞാനൊരു ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ കറക്റ്റ് ലിക്വിഡ് ആയിരുന്നു. കുറച്ച് ലിക്വിഡ് വേണം, കാരണം നമുക്ക് തിന്നുമ്പോൾ ഒരു സുഖത്തിനൊരു മോയ്സ്ചറൊക്കെ ശരിക്കും അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒമ്മലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒന്ന് ഷോക്കായെന്ന് വെച്ചാൽ ഞാനിത് ഇത്രക്കും നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം aaHarem.